ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും. അതായത് ആദിമകാലം മുതലുള്ള ഭക്ഷണം, ഇന്നത്തെ ഭക്ഷണം, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിബി എന്നൊരു വിദ്യാർത്ഥി എഴുതിയ ഒരു ഡയറി കുറിപ്പോടെയാണ് ഈ പാഠഭാഗത്തിൻ്റെ തുടക്കം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Today there was a food fest in our school in connection with World Food Day. How interesting it was. All of us brought different dishes as our teacher had instructed. I visited every stall with my friends. What a variety of dishes. Variety of dishes made from tapioca, jackfruit, millets, tubers and fruits were there. Many food items like laddu, halwa, payasam, cakes, seeds and pickles were also there. Oh, seeing all those, my mouth watered. Then our class teacher also joined as teacher. Bought us seeds and payasam. How tasty it was. These flavors still stay on my tongue. അതായത് ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഈ സ്കൂളിലൊരു ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞതൊക്കെ അനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാവരും ഓരോരോ വിഭവങ്ങളെല്ലാം കൊണ്ടുവന്നു. കപ്പ, ചക്ക, ചെറുധാന്യങ്ങൾ, കിഴങ്ങുകൾ, പിന്നെ പഴവർഗ്ഗങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുട്ടികളുടെ എല്ലാം വായിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ടീച്ചർ വന്നു. ടീച്ചർ വന്നിട്ട് മിഠായിയും പായസവും ഹൽവയൊക്കെ വാങ്ങി തന്നു. എന്ത് രുചിയായിരുന്നു! ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് സിബി എന്നുള്ള കുട്ടി ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് ഈ സിബി എഴുതിയ ഡയറി കുറിപ്പിൽ വായിച്ചല്ലോ. ഹാവ് യു റീഡ് ദി ഡയറി എൻട്രി എ സ്റ്റുഡൻറ് നെയ്മഡ് സിബി? വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദി ഡയറി എൻട്രി? അതായത് ഈ സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? ഏതൊക്കെ വിഭവങ്ങളാണ്? ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലേ? ടാപ്പിയൊക്കെ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, മില്ലറ്റ്സ്, ട്യൂബേഴ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പായസം, ലഡു, മിഠായി, ഹൽവ, കേക്ക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 ഇവിടെ എഴുതി വെക്കുക. നെക്സ്റ്റ്, ബിസൈഡ്സ് ദീസ് വാട്ട് ആർ ദി അതർ ഫുഡ് ഐറ്റംസ് യു ഹാവ് ഹാഡ്? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്, അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. ദി ഫുഡ് വി ഈറ്റ് ഹാസ് എ വെരി ലോങ് ഹിസ്റ്ററി. ഡോണ്ട് യു വിഷ് ടു നോ ദാറ്റ് ഹിസ്റ്ററി? അപ്പോൾ നാം കഴിക്കുന്ന ഈ ഭക്ഷണത്തിനൊക്കെ വലിയൊരു ചരിത്രമുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ചരിത്രമൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ ഹിസ്റ്ററി അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഒബ്റ്റെയിനിങ് ഫുഡ്, അതായത് ഭക്ഷണ സമ്പാദനം, അതായത് സമ്പാദിക്കുക, ഭക്ഷണമൊക്കെ സമ്പാദിക്കുക. You know that food is one of the essential elements for human survival. All living things need food. Their food during early times was mainly leaves, fruits, tubers and grains. Besides, some creatures killed other creatures and had their food. In the beginning, humans were also like that. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് എങ്ങനെയുള്ള ആഹാരമായിരുന്നു കഴിച്ചിരുന്നത്? പഴങ്ങളും കിഴങ്ങുകളും ധാന്യങ്ങളും എന്നിവയൊക്കെയായിരുന്നു ഈ ജീവികളുടെ ഭക്ഷണം, മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ ചില ജീവികളെയൊക്കെ കൊന്ന് ഭക്ഷിച്ചിരുന്നു. പിന്നെ മനുഷ്യർ ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ? മനുഷ്യർ ആദ്യം ഈ ജീവികളെയൊക്കെ വേട്ടയാടി കൊന്ന് തിന്നിരുന്നു. അന്നൊക്കെ അവർ പാചകം ചെയ്യാതെ വെറും പച്ചയ്ക്കാണ് ഈ വേട്ടയാടിയ മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ കഴിച്ചിരുന്നത്. നെക്സ്റ്റ് പേജ്, ഒരു 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. Look at the pictures given. The pictures given above indicate the different methods of obtaining food by the early humans. What details do you understand from these pictures about the obtaining of food of early humans? അപ്പോൾ എന്തൊക്കെയാണ് അത്? ആദിമ മനുഷ്യരുടെ ആദ്യകാലത്തെ ഒരു അവർ ആഹാരം ശേഖരിക്കുന്നത്, അവരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഈ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ചിത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നുള്ളത് താഴെ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ദേ ഗ്യാതേർഡ് ഫുഡ് അല്ലേ? ഭക്ഷണം ശേഖരിച്ചിരുന്നു. പിന്നെ എന്തായിരുന്നു? പിന്നെ അവർ ഹണ്ടിങ് അല്ലേ? വേട്ടയാടിയാണ് മൃഗങ്ങളെല്ലാം കൊന്നിരുന്നത്. പിന്നെയോ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. പിന്നെ അവർ കോട്ട് ഫിഷ്, അതായത് ക്യാച്ചിങ് ഫിഷ്, മീനുകളെല്ലാം പിടിച്ചിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? പിന്നെ അവർ ഇവയ്ക്ക് വേണ്ടി ഹണ്ടിങ്, വേട്ടയ്ക്കും ഈ
മീനുകളൊക്കെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അവർ ടൂൾസൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലേ, യൂസ് ഓഫ് ടൂൾസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുക. ഹണ്ടിങ്, ക്യാച്ചിങ് ഫിഷ്, പിന്നെ യൂസ് ഓഫ് ടൂൾസ്, ഇതൊക്കെ എഴുതി വയ്ക്കുക. നെക്സ്റ്റ്, വാട്ട് മൈറ്റ് ബി ദി ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റൈൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്. അതായത് ഈ വേട്ടയാടലിലൂടെ, അതായത് ഈ ഹണ്ടിങ്ങിലൂടെ പിന്നെ ഈ ഗ്യാതറിങ്ങിലൂടെ, അതായത് ശേഖരിക്കുന്നതിലൂടെയൊക്കെ അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് ലഭിച്ചിട്ടുണ്ടാവുക. എന്തൊക്കെയാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളായിരിക്കും? 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, അതായത് കായ്കനികൾ, പിന്നെ വേരുകളും കിഴങ്ങുകളും. പിന്നെ എന്തൊക്കെയായിരിക്കാം? ഫിഷ് ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെയോ മീറ്റ് ഓഫ് ഈ വൈൽഡ് അനിമൽസ്, ഈ കാട്ടിലെ മൃഗങ്ങളുടെ മീറ്റ്, ഇറച്ചി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പിന്നെ കാട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്? നട്ട്സ് കിട്ടിയിട്ടുണ്ടാവാം, സീഡ്സ്, ലീവ്സ്, ഇതൊക്കെ എഴുതി വയ്ക്കുക. നട്ട്സ്, സീഡ്സ്, ലീവ്സ്, അതായത് പരിപ്പുകൾ, പലതരത്തിലുള്ള പരിപ്പുകൾ, വിത്തുകളൊക്കെ ഭക്ഷണമാക്കും. പിന്നെ ഇലകൾ, ലീവ്സ്, ഇതെല്ലാം എഴുതി വയ്ക്കുക. അടുത്തത് ഫയർ ആൻഡ് ഫുഡ്, അതായത് തീയും ഭക്ഷണവും. ഫയർ ആൻഡ് ഫുഡ്. Did the early humans cook the food items they had obtained through hunting and other means? അതായത് വേട്ടയാടലിലൂടെ മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഈ ആദിമ മനുഷ്യർ വേവിച്ചാണോ, അതായത് പാകം ചെയ്താണോ അവർ കഴിച്ചിട്ടുണ്ടാവുക? ആണോ? നമുക്ക് നോക്കാം. In earlier times they ate food raw as they did not know the use of fire. But when they learned to use the fire in a controlled manner, they started to cook and eat. അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഈ തീയുടെ ഉപയോഗം മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ പച്ചയായി തന്നെയാണ് ഇതൊക്കെ കഴിച്ചിരുന്നത്. പിന്നെയും അവർ തീ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് അവർ ഉപയോഗിക്കാനായിട്ട് അവർ പഠിച്ചു. പിന്നെ അവർ ഭക്ഷണമെല്ലാം വേവിച്ച് കഴിക്കുവാനായിട്ട് തുടങ്ങി. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ഫയർ, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ. Humans observed that fire was produced when the dry branches of trees rubbed against each other or against the surface of rocks. Thus, they learned that fire could be made by rubbing dry woods against rocks or by rubbing stones. അതായത് എന്താണ് ഈ തീ, അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ കൺട്രോളൊക്കെ എങ്ങനെയായിരുന്നു? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് ഈ മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഉണങ്ങിയ മരങ്ങളും ഈ പാറകളും ഒക്കെ, ഉണങ്ങിയ മരങ്ങൾ തമ്മിലും പിന്നെ ഈ പാറയിൽ ഉരഞ്ഞും എല്ലാം ഈ തീ ഉണ്ടാകുന്നത് മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെല്ലാം മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ അങ്ങനെ മനസ്സിലാക്കി. അതായത് ഉണക്കമരം പാറയിൽ ഇട്ട് റബ്ബ് ചെയ്ത് ഉരച്ച്, അല്ലെങ്കിൽ ഈ കല്ലുകളൊക്കെ കൂട്ടി മുട്ടിച്ചോ ഈ രണ്ട് കുഞ്ഞു കല്ലുകൾ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ തീ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ തീ കണ്ടുപിടിച്ചത്, ആദിമമനുഷ്യർ തീ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് പാര. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. ദി ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദേ ഏറ്റ് വാസ് probably the meat of dead animals in wildfire. After learning how to make and control fire, they began to cook meat and fish. Gradually, they began to roast and eat roots and tubers. That is how humans developed the culture of cooking and eating. The nomadic man hunted and gathered only the food they needed for the day. Later, they were forced to find some other means to obtain food. അതായത് ഈ തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് ഈ മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാനമായൊരു മാറ്റങ്ങളിൽ ഒന്നാണ് കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയ മൃഗങ്ങളുടെ എല്ലാം ഒരു പക്ഷേ അവർ ഈ കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയ വൈൽഡ് ഫയർ എന്ന് വെച്ചാൽ കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയ മൃഗങ്ങളുടെ എല്ലാം ഇറച്ചി അവർ കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ രുചി വ്യത്യാസം തോന്നിയിരിക്കാം. അപ്പോൾ അതായിരിക്കും അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഇവർ തീ ഉണ്ടാക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനും പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ ഈ മത്സ്യവും മാംസവും എല്ലാം ഇവർ ചുട്ടു തിന്നു. തീ ഉണ്ടാക്കിയതിലൊക്കെ അവർ ചുട്ടു തിന്നു. പിന്നെ ഈ വേരുകളും കിഴങ്ങുകളും എല്ലാം അവർ എന്ത് ചെയ്തു? അതും വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഈ മത്സ്യമാംസവും ചുട്ടു തിന്നുന്നത് പോലെ തന്നെ ഈ വേരുകളും കിഴങ്ങുകളൊക്കെ ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ പാകം ചെയ്ത് കഴിക്കുന്ന രീതി തുടങ്ങിയത്. പിന്നെന്താണ്? ഒരു നൊമാഡിക് ലൈഫായിരുന്നു, അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ഒരു ലൈഫായിരുന്നു മനുഷ്യൻ്റെ. വേട്ടയാടുകയും
ശേഖരിച്ചുമൊക്കെ അന്നത്തേക്ക് മാത്രമാണ് ഇവർ കരുതി വെച്ചിരുന്നത്. കരുതി വയ്ക്കുകയല്ല, അപ്പോഴത്തേക്കുള്ള അവർ വേട്ടയാടി കഴിക്കും. അങ്ങനെയായിരുന്നു. എവിടെയാണോ അവർ ചെന്ന് നിൽക്കുന്ന അവിടെ അവർ കിടന്നുറങ്ങും. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ കഴിഞ്ഞിരുന്ന അവർ ഈ പിൽക്കാലത്ത് പിന്നീട് വന്നപ്പോൾ അവർ ഈ ഭക്ഷണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. അതായത് ഇതേപോലെയൊക്കെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അന്നുള്ള ഭക്ഷണം കഴിച്ച് എവിടെയാണോ കിടക്കുന്നത് അവിടെ കിടന്നുറങ്ങി. പിന്നീട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഈ തീയൊക്കെ കണ്ടുപിടിച്ച ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ ഭക്ഷണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പിന്നീട് പല മറ്റ് മാർഗങ്ങളെല്ലാം അവർ കണ്ടെത്താനായിട്ട് നിർബന്ധിതരായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വെർ ദി പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? അതായത് എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ ആദിമ മനുഷ്യരെ ഈ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുവാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വെർ ദി പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? അതായത് എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. അതായത് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ ദൗർലഭ്യത, അതായത് അത് ലഭിക്കുന്നതിലുള്ളൊരു കുറവ്. പിന്നെ റൈസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യയുടെ ഒരു വർധനവ്, അതായത് ആളുകൾ ഒരുപാട് ഉണ്ടായി തുടങ്ങി. പിന്നെ എന്താണ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. പിന്നെ എത്ര പോയിന്റ് എഴുതണം? പിന്നെ 3 പോയിന്റ് നമ്മൾ എഴുതണം. അത് ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് എഴുതാം, അതായത് കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ. കാലാവസ്ഥയിൽ ഒരുപാട് ചില സമയത്ത് നല്ല തണുപ്പ്, ചില സമയത്ത് കടുത്ത വേനൽ, അങ്ങനെയൊക്കെ വന്നപ്പോഴും ഭക്ഷണത്തിന് ലഭ്യത കുറവ് ഉണ്ടാവാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താൽ. പിന്നെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. പിന്നെ അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ, അതായത് കാട്ടുതീ, അതുപോലെ കൊടുങ്കാറ്റ്, അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ മനുഷ്യരെ ആഹാര സമ്പാദനത്തിന് വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിച്ചു വിട്ടിരിക്കാം. നെക്സ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം. എന്താണ്? ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദർ ഡെയിലി ഫുഡ്. ഇനിഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഫോർ ഫുഡ്. അതായത് പിന്നീട് കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾക്കായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെയെല്ലാം പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. അപ്പോൾ ആദ്യം അവർ ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെയായിരുന്നു? ഗോഡ്സ്, പിന്നെ ഏതാണ്? ഷീപ്പ്. ഇതിനെയൊക്കെയായിരുന്നു ആദ്യം അവർ ഇണക്കി വളർത്തിയിരുന്നത്. ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. Dog was the first animal domesticated by humans. Since dogs was easily tamed, they were used for watching and hunting. However, with the spread of agriculture, humans started to domesticate other animals for food and other needs. അതായത് അവർ ആദ്യം ഇണക്കി വളർത്തിയ ഒരു മൃഗം, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയ മൃഗം, അതായത് ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ മനുഷ്യനോട് ആദ്യം ഇണങ്ങിയ മൃഗം എന്ന് പറയുന്നത് നായയാണ്, ഡോഗാണ്. അപ്പോൾ ആദ്യം അവർ ഇണക്കി വളർത്താൻ ആരംഭിച്ചത് ഡോഗിനെയാണ്, നായയാണ്. അപ്പോൾ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാനൊരു കഴിവ് ഈ നായയ്ക്കുണ്ട്. പിന്നെയോ വേട്ടയാടാൻ പോകുമ്പോൾ, അതായത് ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവർ നായ ഉപയോഗിച്ചിരുന്നു. പിന്നെ കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിന് മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. അതായത് കൃഷി പിന്നീട് വ്യാപകമായി. അപ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ മറ്റ് മൃഗങ്ങളെയും ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗ്, നായ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. What were the changes brought about in human life following the domestication of animals and plants? How did they rear plants? അതായത് ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും
സസ്യങ്ങളെയൊക്കെ പരിപാലിക്കുവാനും ഇവർ ആരംഭിച്ചു. അതിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ സസ്യങ്ങളെയൊക്കെ പരിപാലിച്ചത്? ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം എന്തൊക്കെ ഈ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങിയതുമൊക്കെ ഉൾപ്പെടെ എന്തൊക്കെ മാറ്റങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, എങ്ങനെയാണ് അവർ സസ്യങ്ങളെ പരിപാലിച്ചിരുന്നത്, എങ്ങനെയായിരിക്കാം, എന്തൊക്കെ മാറ്റം സംഭവിച്ചിരിക്കാം ഈ ഇണക്കി വളർത്തലിലൂടെ, അതായത് മൃഗങ്ങളെ ഇണക്കി വളർത്തലിലൂടെയും സസ്യങ്ങളൊക്കെ പരിപാലിക്കുന്നതിലൂടെയും ഉണ്ടായിരിക്കുക. അതായത് ആദ്യം അവർ നാടോടികളായിരുന്നു, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരമായി തങ്ങിയിരുന്നില്ല. ഇങ്ങനെ അതായത് ഒരു ഭക്ഷണ സമ്പാദനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ ഒക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇവരെന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുവാനായിട്ട് ആരംഭിച്ചു. ഒരു സ്ഥലത്ത് തന്നെ അവർ സെറ്റിൽ ചെയ്തു. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, അരിഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു, ഒരു വാണ്ടറിങ് ലൈഫായിരുന്നു. പക്ഷേ അത് മാറി ഒരു സ്ഥലത്ത് തന്നെ ഇവർ താമസിക്കാനായിട്ട് ആരംഭിച്ചു. ഒരു സ്ഥിരമായിട്ടൊരു വാസസ്ഥലങ്ങളുണ്ടായി. ഈ വാസസ്ഥലങ്ങൾ പിന്നീട് ഗ്രാമങ്ങളൊക്കെ ആയി മാറി. നെക്സ്റ്റ് പാര. Early humans might have started thinking about agriculture when they noticed seedlings sprouting from discarded food items. If the seeds were left on the rock, they would dry out. If put in water, they would get rotten. However, humans learned that seeds germinate in moist and warm soil. Thus, cultivation of crops started. Then the edible plants, roots and saplings were selected, planted and cultivated. In the early days, wheat, barley, little millet and tubers were cultivated. Humans started agriculture mainly on riverbanks, where the essential water and fertile soil were available. Following this, people who wandered in search of food began to settle near the farms. അതായത് ഏർലി ഹ്യൂമൻസ് ഈ പുതിയ തൈകളൊക്കെ അവർ നട്ട് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവരിതെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നൊക്കെ ഈ പുതിയ തൈകൾ മുളച്ചു വരുന്നത് ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചു കാണും. അങ്ങനെ ആയിരിക്കാം ഇവർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. ഈ പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്നും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുമെന്നും ഒക്കെ ഇവരിങ്ങനെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കി കാണാം. പിന്നീട് ഇവർക്ക് മനസ്സിലായി ചൂട്, നല്ല ഈർപ്പവും ചൂടുമുള്ള മണ്ണിലൊക്കെ വിത്ത് മുളയ്ക്കുമെന്ന് ഇവർക്ക് മനസ്സിലായി. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും ഒക്കെ അവരെ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. പിന്നെ അവരുടെ കൃഷി എന്ന് പറയുന്നത് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ്. ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ. ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. പിന്നെ കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭിച്ചിരുന്നത് നദീതടങ്ങളിലായിരുന്നു. ഇത് അവർ മനസ്സിലാക്കി. അങ്ങനെ നദീതടങ്ങളിൽ കൃഷിയെല്ലാം തുടങ്ങി. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം അവർ ആരംഭിക്കുകയാണ്. സെറ്റിൽ നിയർ ദി ഫാംസ്, അതായത് ഫാമിൻ്റെ അടുത്ത് അവർ സെറ്റിൽ ചെയ്തു, സ്ഥിരവാസം. കൃഷിയിടത്തിൻ്റെ അടുത്ത് തന്നെ അവർ സ്ഥിരവാസം തുടങ്ങി. ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇതൊക്കെയായിരുന്നു. പിന്നെ നദീതടങ്ങളിൽ ഇവർ കൃഷി ചെയ്ത് തുടങ്ങി. അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിംഗ് നിയർ ദി അഗ്രികൾച്ചറൽ സൈറ്റ്സ്? അതായത് ഇവർ കൃഷിയിടത്തിൻ്റെ സമീപം ഇവർ സ്ഥിര താമസമാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ്. കൃഷിയിടത്തിൻ്റെ സമീപത്ത് ഇവർ സ്ഥിര താമസം തുടങ്ങിയതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം. They could protect the agricultural sites. There was no need to wander around in search of food. Availability of food items increased. Got more time to rest. അതായത് ഇവർക്ക് they could protect the agricultural sites. കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ ഫാമിൻ്റെ അടുത്ത് താമസം തുടങ്ങിയതുകൊണ്ട് ഇവർക്ക് കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സാധിച്ചു. പിന്നെ അടുത്ത എന്താണ്? there was no need to wander around in search of food. പിന്നെ ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞ് തിരിയേണ്ടി വന്നില്ല. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഇൻക്രീസായി, വർദ്ധിച്ചു. പിന്നെ അവർക്ക് ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്, വിശ്രമിക്കുവാനായിട്ട് അവർക്ക് ഒരുപാട് സമയം കിട്ടി. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി ഒന്നും വന്നില്ല വെള്ളത്തിനായിട്ടും
അങ്ങനെ മറ്റു ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. അപ്പം അങ്ങനെ അതൊക്കെയാണ് നേട്ടങ്ങൾ. 4 പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ കൃഷിയിടത്തിൻ്റെ സമീപം ആളുകൾ താമസിച്ച് തുടങ്ങിയതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായി എന്നുള്ളത്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 4 പോയിന്റ്സ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മൈറ്റ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻസ് ടു സെറ്റിൽ? ഡിസ്കസ്. അതായത് ഈ ഇപ്പം പറഞ്ഞതൊക്കെ തന്നെയാണ്. ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കുവാനായിട്ട് ഈ നദീതടങ്ങൾ എങ്ങനെയൊക്കെ സഹായിച്ചു. അത് ഇപ്പം പറഞ്ഞ ആൻസറുകളൊക്കെ തന്നെയാണ്. പിന്നെ വെള്ളത്തിനായിട്ടും അതായത് കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിച്ചിരുന്നു, ധാരാളം വെള്ളം ലഭിച്ചിരുന്നു. അത് ജലസേചനത്തിന് അവർക്ക് ഉപകാരപ്രദമായിരുന്നു. പിന്നെ ഫെർട്ടൈൽ സോയിലായിരുന്നു, നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുൾപ്പെടെയുള്ള ആൻസേഴ്സ് എഴുതുക. ഇനി സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. എന്താണ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം, അവ സൂക്ഷിച്ചു വെക്കുന്നത്. വായിക്കാം. Early humans gathered their food only for their day-to-day life. But with the advancement of agriculture, humans got more food than they needed. Special facilities were needed to store what was left over after the daily requirement. What would they have used to store excess food? എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇവർ ആദിമകാലത്ത് മനുഷ്യർ ഫുഡൊക്കെ ആഹാരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങി, ശേഖരിച്ചു വയ്ക്കാനായിട്ട് തുടങ്ങി, സൂക്ഷിച്ചു വെക്കാനായിട്ട്. അത് കേടായി പോകാതെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അവർ അന്നത്തേക്കുള്ള ആഹാരങ്ങൾ മാത്രമാണ് സമ്പാദിച്ചിരുന്നത്, കഴിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ കൃഷിയൊക്കെ പുരോഗമിച്ചതോടുകൂടി മനുഷ്യർക്ക് ആവശ്യമായതിൽ അധിക ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെ ലഭിച്ചു. ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ബാക്കിയായി. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു വഴുതനങ്ങ നട്ട്, വെണ്ടയ്ക്ക നട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിറയെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ബാക്കി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും, ഉണയ്ക്കും, അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഇതുപോലെ ഇവർ സൂക്ഷിച്ച് വെച്ച് തുടങ്ങി. അപ്പോൾ അതിന് പ്രത്യേക സൗകര്യങ്ങളൊക്കെ വേണം. ഇത് ഉണക്കി സൂക്ഷിക്കാനും അങ്ങനെ അത് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങൾ, അതായത് അത് കേടായി പോകരുത്. അപ്പം ഇവരെങ്ങനെയൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക, എങ്ങനെയൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നതാണ് ക്വസ്റ്റ്യൻ. ടു സ്റ്റോർ എക്സീസ് ഫുഡ്. അപ്പോൾ ഏതിലൊക്കെയാണ് അവർ സൂക്ഷിച്ച് വെച്ചത്, എങ്ങനെയൊക്കെയാണ് അവർ സംഭരിച്ച് വെച്ചത്? ആദ്യത്തെ പോട്ടറി, പിന്നെ ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിൻ, ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബു റീഡ്. അതായത് പോട്ടറി, അതായത് ഈ മൺപാത്രങ്ങളിൽ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നു ആഹാരം. പിന്നെ ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിൻ, അതായത് മൃഗത്തിൻ്റെ തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നെ ഈറ, അതായത് ഈ ബാംബു കൊണ്ട് നിർമ്മിച്ച സഞ്ചികളല്ല കുട്ടകൾ, അതായത് ഈറ്റ കൊണ്ടൊക്കെ നിർമ്മിക്കുന്ന കുട്ടകൾ, അതിലും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി ഒരു 3 നമ്മൾ തന്നെ എഴുതണം എങ്ങനെയൊക്കെയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന്. എങ്ങനെയൊക്കെ ആയിരിക്കാം? അവർ ഡ്രൈ ചെയ്ത് അല്ലേ, ഉണക്കി സൂക്ഷിച്ചു വെച്ചിരുന്നിരിക്കാം, ഡ്രൈ ആക്കി സൂക്ഷിച്ചു വെച്ചിരുന്നിരിക്കാം, വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വെച്ചിരിക്കാം. പിന്നെ ഉപ്പൊക്കെ ചേർത്ത്, ആഡ് സാൾട്ട്, അതായത് ഉപ്പ് ചേർത്തും ഭക്ഷണങ്ങളും, അതായത് മീൻ, ഇറച്ചി, ഇതൊക്കെ ഉപ്പ് ചേർത്ത് ഉണക്കി സൂക്ഷിക്കാം. പിന്നെ സ്മോക്കിംഗ്, അതായത് പുകച്ച്, ഇതുപോലെ തന്നെ ഇറച്ചിയും മീനും പിന്നെ പലതരം പച്ചക്കറികളെല്ലാം ഇതുപോലെ തന്നെ ഉണക്കി സൂക്ഷിക്കുക. അതായത് ഇവർ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ മീതെ വെച്ച് ഉണക്കി സൂക്ഷിക്കും. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാം, പുകച്ച് ഉണക്കാം, പിന്നെ ഉപ്പ് ചേർത്ത് അങ്ങനെയും ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഡ്രൈയിങ്, പിന്നെ ആഡ് സാൾട്ട് ചേർത്ത്, പിന്നെ സ്മോക്കിംഗ്, പുകച്ച്, ഇങ്ങനെയൊക്കെ അവർ ഈ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കാം. നെക്സ്റ്റ്, as we know, mud brick dissolves in water, but humans understood that if soil is kneaded, molded and baked into pots, water can be collected and boiled in them. In earlier days, pottery was made by kneading clay with the hand. As agriculture became widespread, earthenware of various types and sizes were needed to store grains. They were also used for cooking food. The discovery of the wheel to make pottery was a major turning point in human history. This led to the spread of pottery. There is evidence of granaries constructed in early times to store food grains. അതായത് നമ്മളെന്താണ് ഈ മണ്ണെന്ന് പറയുന്നത് വെള്ളത്തിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു വസ്തുവാണ് മണ്ണെന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ മണ്ണ് കുഴച്ച് മൺപാത്രങ്ങളാക്കി രൂപപ്പെടുത്തി അത് ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപകരിക്കാൻ പറ്റുമെന്ന്
മനുഷ്യർ മനസ്സിലാക്കി. അതായത് ഈ മണ്ണ്, ഈ വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ മണ്ണ് ശേഖരിച്ചിട്ട് അത് കുഴച്ച് അത് പാത്രങ്ങളായിട്ട് രൂപപ്പെടുത്തി ചുട്ടെടുത്തു. അങ്ങനെ വെള്ളം ശേഖരിക്കുവാനും പിന്നെ ഈ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനൊക്കെ ഉപകരിക്കുമെന്ന് ഇവർ മനസ്സിലാക്കി. അപ്പം ആദ്യകാലങ്ങളിൽ ഇവർ കളിമണ്ണ് എന്തുകൊണ്ടാണ് കുഴച്ചിരുന്നത്? കൈകൾ കൊണ്ടാണ് ഇവർ കുഴച്ച് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഈ കൃഷിയൊക്കെ വ്യാപകമായതോടുകൂടി പിന്നെ അവർ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. അതായത് കൃഷി വ്യാപകമായത്, വൈഡ് സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ അങ്ങനെ കൃഷി വ്യാപകമായതോടുകൂടി ഒരുപാട് മിച്ചം വന്നുല്ലോ. കൃഷി ചെയ്തപ്പോൾ ഒരുപാട് ഈ ഉൽപ്പന്നങ്ങളെല്ലാം മിച്ചം വന്നു. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ, ഇതേപോലെ വലിയ വലിയ പാത്രങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ അവർ ഈ മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അതായത് സൂക്ഷിച്ചു വയ്ക്കാൻ മാത്രമല്ല, ആഹാരം പാചകം ചെയ്യുവാനും ഉപയോഗിച്ചിരുന്നു. പിന്നെ അതായത് ഇവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് ഈ മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. അതായത് ഈ മൺപാത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള ചക്രം കണ്ടുപിടിച്ചത്, അതൊരു പോയിന്റാണ്, അണ്ടർലൈൻ ചെയ്യുക. മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത്. മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വീൽ, അതായത് ഡിസ്കവറി ഓഫ് ദി വീൽ ടു മേക്ക് പോട്ടറി വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അതായത് മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഈ മൺപാത്ര നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചക്രം കണ്ടുപിടിച്ചത്. പിന്നെ ഇവർ ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നു, അതിനും തെളിവുകളുണ്ട്. ഇനി എന്താണ്? ഗ്രാനറി. ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് ധാന്യപുര. The Indus Valley civilization of Harappan civilization was a river valley civilization that existed in ancient India. One of the most important features of this civilization is the granary. They were built of bricks. Grains were brought from distant villages and stored in these granaries. അതായത് ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ധാന്യപ്പുര, ഗ്രാനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? സിന്ധു നദീതട സംസ്കാരം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സിന്ധു നദീതട സംസ്കാരം, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? അതായത് സിന്ധു നദീതട സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് ഉള്ള ചാപ്റ്ററുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. പിന്നെ അതിൻ്റെ മറ്റൊരു പേര് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്, ഹാരപ്പൻ സംസ്കാരം എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഈ ധാന്യപ്പുര, അതായത് ഈ ഗ്രാനറി എന്ന് പറയുന്നത്. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ധാന്യപ്പുര നിലനിന്നിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് വരെ ഈ ധാന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബിഗ് ജാർസ് നെയ്മഡ് ഭരണി ആൻഡ് ലാർജ് വുഡൻ ബിൻസ് നെയ്മഡ് പത്തായം വെർ യൂസ്ഡ് ഇൻ അവർ പ്ലേസസ് ടു സ്റ്റോർ grains. What other food storage methods might have been adopted the people of that age? Ask your elders about them. നമ്മുടെ നാട്ടിലൊക്കെ ഈ ധാന്യങ്ങൾ സംഭരിച്ച് വയ്ക്കുവാനായിട്ട്, ഈ ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഭരണികൾ, പത്തായങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ മറ്റേതെല്ലാം ഈ ഭക്ഷണ സംഭരണ മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചോദ്യം. വേറെ എന്തൊക്കെ ഉണ്ടാകും? വീട്ടിൽ അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒക്കെ ചോദിക്കുക. മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു കാണും അല്ലേ? അതായത് ഭരണികൾ, മൺപാത്രങ്ങൾ, പത്തായം ഇപ്പോൾ പറഞ്ഞു. പിന്നെ പണ്ട് മരപ്പൊത്തുകളിലെല്ലാം സൂക്ഷിച്ചിരുന്നു. പിന്നെ കുഴി കുത്തി സൂക്ഷിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് ഭക്ഷണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഭക്ഷണങ്ങളല്ല, ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്, ഗ്രെയിൻസ് സൂക്ഷിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What kind of vessels are used in your home for cooking and storing food? അതായത് ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനുമൊക്കെ ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? അത് നിങ്ങൾ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കുക. അമ്മയോടോ അച്ഛനോടോ ചോദിക്കുക. ഏതൊക്കെ തരത്തിലുള്ള പാത്രങ്ങളാണ് വീട്ടിൽ ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്?
മൺപാത്രങ്ങൾ ഉപയോഗിക്കും, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ എന്നിവയൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതൊക്കെ വിശദമായി അച്ഛനോടും അമ്മയോടും ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്താണ് നെക്സ്റ്റ്, എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. പിന്നെ എന്താണ്, ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അതായത് എന്താണ് കൈമാറ്റം എന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുക, ഒരു ഉൽപ്പന്നം കൊടുത്തിട്ട് മറ്റൊരു ഉൽപ്പന്നം വാങ്ങിക്കുക. Did early humans simply store excess food items for later use only? The excess food was not only stored for later use but also exchanged with those in need. How could such exchanges have taken place? In order to keep what they needed, each one exchanged the goods they had stored with others. അതായത് ഈ ആദിമ മനുഷ്യന് ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ പിൽക്കാലത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, അത് മാത്രമാണ് അവർ ചെയ്തിരുന്നത്. പിന്നെയോ ഈ അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുക കൂടി അവർ ചെയ്തു കാണും. പിന്നെ എന്താണ്, അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കൈമാറ്റങ്ങൾ, ഈ എക്സ്ചേഞ്ച് ഒക്കെ നടന്നിരുന്നത്? പിന്നെ എന്താ, ഒരു അടുത്ത ക്വസ്റ്റ്യൻ, തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായിട്ട് ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ബാർട്ടർ സിസ്റ്റം എന്നൊരു പേരുണ്ടായിരുന്നു. അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നത്. ആ സിസ്റ്റമാണ് ആ കാലഘട്ടത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. പേജ് നമ്പർ 32. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യ. അതായത് ഈ സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ കൈമാറ്റം, അതായത് ഈ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. Literary works of the Sangam each indicated that exchange of food items existed in South India about 1500 years ago. People in each region exchanged the food they collected with those in other regions and received what they needed from them. Those who lived in coastal areas exchanged dried fish and salt with those in other areas. Instead, other food items and resources from the forest were accepted from others. The people in forest areas exchanged forest resources to those in other areas. The people lived in the plains exchanged their agricultural products with those living in other areas. അതായത് ഏകദേശം ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റമൊക്കെ ഇങ്ങനെ എക്സ്ചേഞ്ച് നിലനിന്നിരുന്നതായിട്ട് ഈ സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സംഘകാല കൃതികളിൽ, അതായത് തമിഴിൽ എഴുതിയ കുറച്ച് കൃതികളുടെ പേരാണ്, സംഘകാലത്ത് എഴുതിയ കൃതികളാണ് സംഘകാല കൃതികൾ. അപ്പോൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതുപോലെ ഈ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നതായി, എക്സ്ചേഞ്ച് ചെയ്തിരുന്നതായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ച അല്ലെങ്കിൽ അവർ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൊടുത്തിരുന്നു. പിന്നെ ഈ വനപ്രദേശങ്ങളുടെ അടുത്ത്, അതായത് വനപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവർ വനവിഭവങ്ങൾ സ്വീകരിച്ചിരുന്നു, അവരും അത് കൊടുത്തിരുന്നു. പിന്നെ എന്താണ്, പിന്നെ സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ അവർ ഇതേപോലെ തന്നെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെ മറ്റ് പ്രദേശത്തുള്ളവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നു. അത് 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ബാർട്ടർ സമ്പ്രദായം അന്നും നിലനിന്നിരുന്നു എന്ന്. ഇനി സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്, കൈമാറ്റ സമ്പ്രദായം, സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ദി സിസ്റ്റം ഓഫ് കോയിനേജ് there was a practice of exchanging goods with each other. This method of exchange is known as barter system. ഇപ്പോൾ പറഞ്ഞു തന്നെ ഈ ബാർട്ടർ സിസ്റ്റം, അതായത് ഈ നാണയ വ്യവസ്ഥയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് ഈ സാധനങ്ങൾ ഇങ്ങനെ പരസ്പരം കൈമാറുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണ് എന്താണ്, ബാർട്ടർ സമ്പ്രദായം, ബാർട്ടർ സിസ്റ്റം. ഇതെല്ലാം പോയിൻ്റാണ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ച് വെക്കണം. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. നെക്സ്റ്റ് പാര. Such exchanges
brought out many changes in society. Exchanges of goods led to trade and eventually markets were formed. Markets were developed into trading centers. People went to trading centers to buy and sell goods, and these gradually developed into urban centers. ബോക്സ് കൊടുത്തിരിക്കുന്നത് വായിക്കാം. In the early days, what materials and means would the people of Kerala have used to collect, transport food and exchange food? Discuss it. അതായത് ഈ കൈമാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക്, നിരവധി മെനി ചേഞ്ചസിന് ഇടയാക്കി ഈ സാധനങ്ങളുടെ കൈമാറ്റമൊക്കെ എന്തിലോട്ട് നയിച്ചു? കച്ചവടത്തിലേക്ക്, ട്രേഡിലേക്ക് നയിച്ചു. പിന്നെയോ അതുവഴി ചന്തകൾ രൂപം കൊണ്ടു, മാർക്കറ്റ്സൊക്കെ രൂപം കൊണ്ടു. പിന്നെ ഈ മാർക്കറ്റ്സ്, ഈ ചന്തകളൊക്കെ കച്ചവട കേന്ദ്രങ്ങളായിട്ട്, ട്രേഡ് സെൻറ്റേഴ്സായിട്ട് മാറി. അങ്ങനെ ഈ ട്രേഡ് സെൻറ്റേഴ്സിലേക്ക് ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ഇവർ എത്തി. പിന്നീട് അവ നഗരങ്ങളായിട്ട് മാറി. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക. ചർച്ച ചെയ്യുക. അത് നിങ്ങൾ ചർച്ച ചെയ്യുക ക്ലാസ്സിൽ. ആദ്യത്തെ കാലത്ത് കേരളത്തിലെ ജനങ്ങളൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും ഈ വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമായിട്ട് കൈമാറ്റം ചെയ്യുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക എന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Complete the flowchart which indicate the formation of urban centers. അതായത് ഈ അർബൻ സെൻറ്റേഴ്സ്, ഈ നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം എന്താണ് വന്നത്? സാധനങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കൈമാറ്റം. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഫ്ലോ ചാർട്ടിൽ. അതിൻ്റെ താഴെ നമ്മൾ എന്ത് എഴുതണം? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? പിന്നീട് ട്രേഡ്, വ്യാപാരം വന്നു അല്ലേ. പിന്നെ അതിൻ്റെ താഴെ എന്ത് എഴുതണം? മാർക്കറ്റ്, അതായത് ചന്തകൾ. പിന്നീട് ട്രേഡ് വളർന്നു, കച്ചവടം വളർന്നപ്പോൾ അതായത് മാർക്കറ്റ്സ്, ചന്തകൾ വളർന്നു വന്നു. ഈ മാർക്കറ്റ്സിൻ്റെ താഴെ എന്ത് എഴുതണം? ട്രേഡ് സെൻറ്റേഴ്സ്. അതായത് ഈ മാർക്കറ്റ്സ് പിന്നീട് എന്തായി മാറി? ട്രേഡ് സെൻറ്റേഴ്സ്. അതായത് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമെല്ലാം ആളുകൾ അവിടെ എത്തിച്ചേർന്നു. ഈ ട്രേഡ് സെൻറ്റേഴ്സ് ക്രമേണ അർബൻ സിറ്റീസ്, അർബൻ സെൻറ്റേഴ്സായി മാറി. അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കേണ്ടത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ട്രേഡ്, മാർക്കറ്റ്സ്, ട്രേഡിംഗ് സെൻറ്റേഴ്സ്, അർബൻ സെൻറ്റേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്സ് ആണ്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.